നാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ശബ്ദമുയർത്തി വായിച്ചു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയ ദൈവജനവും കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 20-ാമത്തെ പകൽക്കാലം കർത്താവിൻ്റെ പദവിടത്തിൽ നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധാരാധനയ്ക്ക് കൂടി വന്ന ദൈവജനം, എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ വായുകളെ തുറന്ന് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പുരബലവ ശംഭനാധികാരകൾ കരകഥന ഘടക ശംഭനാദികൾ ഖമന ഘടക ദൈവകൃപയ്ക്കായി 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 സ്തോത്രം 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 സ്തോത്രം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ സ്തോത്രം. എല്ലാ ദൈവഭക്തന്മാരും, എല്ലാ മാതാപിതാക്കന്മാരും, എല്ലാ സഹോദരങ്ങളും ഒരു നിമിഷം കൂടെ സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, ഓ നീതിയായ ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ശോഭലഘടകരകഥന ദൈവകൃപയ്ക്കായി സ്തോത്രം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വിശുദ്ധാരാധനയിൽ അങ്ങേ സ്തുതിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലോ. നല്ല സങ്കീർത്തനങ്ങൾ, നല്ല സാക്ഷ്യങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭൈതങ്ങൾ, ഭക്തന്മാരെ ഞങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 40 നിമിഷം തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്നലകൾ കേട്ട തിരുവചനമാണെങ്കിലും അതിന്മേലുള്ളൊരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. എനിക്ക് ശേഷം ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട ഭക്തനെ തമ്പുരാൻ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും നിരാശയോടോ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, വചനങ്ങൾ കേട്ട് ആശ്വാസം പ്രാപിച്ചു മടങ്ങാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന ശിവ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന ശിവ.
വരുന്നതാ സുതനെ തന്നോട് ചേർക്കാൻ വേഗം വരുന്നേശു മഷിക. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കോടാനുകോടി ദൂതന്മാർ ആരാധിക്കുന്ന, കെരൂബുകൾ ആരാധിക്കുന്ന, ജീവികൾ ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ എല്ലാ ഭക്തന്മാരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. പ്രാർത്ഥന കേൾക്കാൻ യോഗ്യനായ ദൈവമാണ്. അവൻ സ്വത്വത്തിന് യോഗ്യനായ ദൈവം, സ്തുതിക്ക് യോഗ്യനായ ദൈവം, ജ്ഞാനത്തിന് യോഗ്യനായ ദൈവം, ബലത്തിന് യോഗ്യനായ ദൈവം, അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, അവൻ സകലത്തെ നിർമ്മിച്ച ദൈവമാകയാൽ അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. മാതാവേ പിതാവേ നീ കരം തട്ടി നീ ദൈവത്തിന് സ്വത്രം ഇത് ആരാധിക്കുമ്പോൾ നിന്റെ കണ്ണിന്റെ മങ്ങൽ മാറുവാനിടയാകും, നിന്റെ ക്ഷീണങ്ങൾ മാറുവാനിടയാകും, നിന്റെ BP ഷുഗറും കൊളസ്ട്രോളും മാറുവാനിടയാകുമെന്ന് ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയിൽ ദൈവത്തന്മാർ വിളിച്ചു പറയുമ്പോൾ നിന്റെ കരം തട്ടി ദൈവത്തെ നീ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ തമ്പുരാൻ നിന്റെ ക്ഷീണങ്ങളെ മാറ്റുവാനിടയാകും. ഉപവാസത്തിന്റെ 20ാമത്തെ പകൽക്കാലം തമ്പുരാൻ വേഗം ആത്മാവിനെ ബലപ്പെടുത്തട്ടെ. പുറമേയുള്ളവൻ ക്ഷീണിക്കുന്നുവെങ്കിലും അകമേയുള്ളവൻ പുതുക്കം പ്രാപിക്കുന്നതിനായി സ്തോത്രം. ആമോസ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ വെള്ളത്തിനായുള്ള ദാഹമല്ല, അപ്പത്തിനായുള്ള വിശപ്പല്ല, ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ദാഹം തന്നെ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽക്കാലം നമ്മൾ എത്തിയിരിക്കുന്നു. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ ഉപവാസം ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തിയ വിഷയമാണ്. പാസ്റ്ററിന് മാത്രമല്ല ഇത്, സ്തോത്രം. നമുക്കൊരു 7 ദിവസമോ 21 നടത്താനുള്ള സാമ്പത്തികം നമ്മളെ അനുവദിക്കുന്നില്ല. സ്തോത്രം. ബഹുമാനപ്പെട്ട പാസ്റ്റർ എപ്പോഴും പറയും പെട്ടെന്ന് പരിശുദ്ധമായി ഇരിക്കാൻ പറഞ്ഞു. പാസ്റ്റർ ഇരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയ ഉപവാസത്തിന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. നിന്റെ ക്ഷീണം മാറുവാൻ, നിന്റെ രോഗം മാറുവാൻ, വഴി തുറക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, വാഹനം ലഭിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിപ്പാൻ, ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ തമ്പുരാൻ നമുക്ക് വേണ്ടി ഉപവാസം ഒരുക്കുവാനിടയായി. അങ്ങനെ 7ഉം 3ഉം 1ഉം 10ഉം 12ഉം ഒക്കെ ഇരിപ്പാൻ സ്വർഗം ഓരോരുത്തരെയും സഹായിച്ചു. കർത്താവ് ഉപവാസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമോസ് പ്രവാചകൻ പറഞ്ഞതുപോലെ വെള്ളത്തിനായുള്ള ദാഹമല്ല, അപ്പത്തിനായുള്ള വിശപ്പുമല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാനുള്ള ദാഹവും വിശപ്പും തന്നെ. സ്തോത്രം. ഇന്ന് ഈ വിശുദ്ധ ആരാധന ആയതുകൊണ്ടാണ് ഇവിടെ ഈ മീറ്റിംഗ് നടക്കുന്നത്. അല്ലെങ്കിൽ ആശ്രന്റെ വീട്ടിൽ നടക്കുന്ന മീറ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആരാധനകൾ ഇങ്ങനെയല്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ആത്മനിറവോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. എനിക്കും 7 ദിവസം ഉപവസിപ്പാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഞാൻ വളരെ കണ്ണുനീരോടെയാണ് ആ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്നത്. നിങ്ങളാരും കണ്ടില്ല കരഞ്ഞതൊന്നും, നിങ്ങൾ കരഞ്ഞതും ഞങ്ങളാരും കണ്ടില്ല. പക്ഷേ സ്വർഗം കണ്ടതിനായി സ്തോത്രം. ഹൃദയം നുറുങ്ങി വേദനയോടെ ഇരുന്നത് യോശുവ ദേവദാസന്മാരോ നിങ്ങളെ കൂടെ ഇരിക്കുന്ന സഹോദരിമാര് കണ്ടില്ലെങ്കിലും സ്വർഗം കണ്ടതിനാ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ആ വായിച്ച വാക്യം ഇങ്ങനെയാണ്. 4ാമത്തെ സങ്കീർത്തനം 1ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുകയാണ്. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ നല്ല മനസാക്ഷിയോടെ ഒരു ദൈവത്തൻ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ഒരു മാതാവ് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ഒരു പൈതൽ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ കേൾക്കുവാൻ സ്വർഗമുണ്ട്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും? കണ്ണുനീരോടെ സമാധാനത്തോടും കണ്ണുനീരോട് ഒരു ഭക്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തമ്പുരാൻ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിലുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആരെല്ലാം നിന്റെ പ്രാർത്ഥന ശബ്ദങ്ങൾ കേട്ടില്ലെങ്കിലും സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനാൽ, സ്വർഗം നമ്മുടെ ഹൃദയത്തെ വേദന അറിയുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്.
ബൈക്കിനകത്ത് പോകുമ്പോഴും, കാറിനകത്ത് പോകുമ്പോഴും, ബസ്സിനകത്ത് പോകുമ്പോഴും, നീ ജോലി ചെയ്യുമ്പോഴും, നീ തുണി കഴുകുമ്പോഴും, നീ കഴുകാതെ തിടുമ്പോഴും, നീ വിറക് പറക്കുമ്പോഴും, മാതാവേ പിതാവേ, നിന്റെ വേദന അറിയുന്നൊരു സ്വർഗം ഈ വിശുദ്ധ ആരാധന ഹാളിനകത്തേക്ക് തമ്പുരാൻ ഇറങ്ങി വന്നതിനാ. നിന്റെ ഹൃദയത്തിലെ വേദന അറിഞ്ഞിട്ട് നിനക്കൊരു വിശാലത വരുത്തുവാൻ സ്വർഗം ഇന്ന് പകൽക്കാലം വന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരുക്കുവാനിടയായി സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു, ആരെങ്കിലും കണ്ണുനീരോടെ ഒരു ടൂ വീലർ വാഹനത്തിന് വേണ്ടി, ഒരു 4 വീലർ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തമ്പുരാൻ ഞങ്ങൾക്ക് തന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്ര അധികം തരാതിരിക്കും. ഞങ്ങൾക്ക് തന്നതിനേക്കാൾ, സോമേട്ടനെ കൊടുത്തതിനേക്കാൾ, ബിന്നേച്ചിനെ കൊടുത്തതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ വിലമതിപ്പുള്ള വാഹനമില്ലാത്തവർക്ക് തരാൻ തമ്പുരാൻ പോകുന്നതിനാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാഹനങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ ഭവനങ്ങള് തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കും. നിന്റെ കണ്ണുനീര് നഷ്ടമല്ല. ഇപ്പോൾ നമുക്ക് വീടില്ലെങ്കിലും, ഇപ്പോൾ ഭവനമില്ലെങ്കിലും, ഓരോ ഭവന പ്രതിഷ്ഠയ്ക്ക് പോകുമ്പോഴും ഞാനും എന്റെ കണ്ണും നിറഞ്ഞിട്ടുണ്ട്. സ്വത്രം, നിങ്ങളുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ട് ഓരോ ഭവന പ്രതിഷ്ഠയ്ക്കൊക്കെ പോകുമ്പോൾ. സ്വത്രം, എന്നാണ് കർത്താവ് ഇതുപോലൊരു വീട്? ഞാൻ പറയുന്നു, ആത്മാവിൽ അതിൽ പ്രവചിച്ച് തന്നെ പറയുന്നു, അതിനേക്കാൾ ശ്രേഷ്ഠമായി തരുവാൻ കഴിവുള്ളൊരു മഹാദൈവം. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. നിന്റെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല, നിന്റെ ശ്രേഷ്ഠ നോക്കിയിട്ടല്ല, നിന്റെ ഹൃദയം അറിയുന്നൊരു ദൈവം. മാതാവേ പിതാവേ, നിന്റെ ഹൃദയം അറിയുന്നൊരു ദൈവം നിന്നെ സ്നേഹിക്കുന്നു, തരും, അനുഗ്രഹിക്കും. തമ്പുരാൻ നമ്മളെ മാനിക്കും. നമ്മൾ വായിച്ച വാക്യം ഇതാണ്, എന്റെ നീതിയായ ദൈവമേ. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ടാണ് കൊർന്നേല്യോസിന്റെ വീട്ടിൽ അപ്പോസ്തലനാകുന്ന പത്രോസിനെ വചനം പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പോൾ പത്രോസ് പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. നമുക്ക് മുഖപക്ഷം കാണുമായിരിക്കാം, എന്നാൽ നമ്മൾ ആരാധിക്കുന്ന തമ്പുരാന് മുഖപക്ഷമില്ലേ ഇല്ല. നിന്നെ വേണ്ടതുപോലെ അനുഗ്രഹിപ്പാൻ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിപ്പാൻ, അക്കരെ എത്തിക്കുവാൻ, വിദ്യാഭ്യാസം ചെയ്യുവാൻ, കൃപകളും വരങ്ങളും തരുവാൻ എന്റെ ദൈവത്തിന്, യേശുവിന് മുഖപക്ഷമില്ല. നിങ്ങൾക്ക് മുഖപക്ഷം കാണുമായിരിക്കാം. എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയാൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഞാൻ ആദ്യം കൊടുക്കത്തുള്ളൂ. അതാണ് മനുഷ്യന്റെ സ്വഭാവമെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവം അതല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. എത്ര പേര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് അഭിഷേകം കൊടുക്കുവാൻ, കൃപകളും വരങ്ങളും കൊടുക്കുവാൻ എന്റെ യേശു മുഖപക്ഷമില്ലാത്തവനാകയാ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കൃപാവരങ്ങൾക്ക് വേണ്ടി, വെളിപ്പാടിന് വേണ്ടി, പ്രവചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. അപ്പോൾ നമ്മൾ വായിച്ചിങ്ങനെയാണ്, എന്റെ നീതിയായ ദൈവമേ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയ, ഞാൻ എല്ലാ വേദിയിലും പറഞ്ഞതുപോലെ ഒരു പോയിന്റ് പറയാം. ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, ഈ ഭാഗത്തും ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ മാത്രമല്ല, സെപ്പറേറ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനകൾ പൈതൃകം. അതാണ് നിങ്ങളുടെ സവിശേഷത. കൂട്ടത്തിലുള്ള പ്രാർത്ഥനയല്ല, അപ്പനോടോ അമ്മയോടെ കൂടെ ഇരിക്കാതെ 10 മിനിറ്റ് നിങ്ങൾക്ക് റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠരായി പുറത്തു വരും. കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ വെളിപ്പാടുകൾ കാണും, നിങ്ങൾ പ്രവചിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളായി തമ്പുരാൻ വാർത്തെടുക്കട്ടെ. അപ്പോ എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഉത്തരമരുളുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഉത്തരമരുളുന്ന ദൈവം. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ, അതിനോട് ചേർന്ന് ഒരു വാക്യം വായിച്ചാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 36-37 വാക്യങ്ങൾ ശബ്ദമുയർത്തി വേഗത്തിൽ വായിച്ചതാ. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാണ്, ഉണർവോടിരിക്കണം അല്ലേ?
ഏലിയാവ് പ്രവാചകൻ അടുത്ത് ചെന്നു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഓ സ്തോത്രം. ഉത്തരം അരുളണമെങ്കിൽ, ഉത്തരം തമ്പുരാൻ അരുളണമെങ്കിൽ, സോമനം അലക്സാണ്ടർ ഭാഷന് ഉത്തരം അരുളണമെങ്കിൽ, ജെയിംസ് ഭാഷനും അവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഭാഷനും യോശുവ ഭാഷനും ഉത്തരം അരുളണമെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയാൻ തുടങ്ങണോ? ഇടിഞ്ഞു കിടക്കുന്നത് പണിയാൻ തുടങ്ങിയാൽ ഉത്തരം തമ്പുരാൻ അരുളാനിടയാകും. 12 ഗോത്രപിതാക്കൾ നമ്മുടെ കല്ലിടിഞ്ഞു കിടക്കുകയാണ്. കാലിൽ ഇടിഞ്ഞു കിടക്കുന്നത് പലയിടത്ത് ഇടിഞ്ഞു കിടക്കുകയാണ്. വെറുതെ ഉത്തരം അരുളത്തില്ല, വെറുതെ ഉത്തരം അരുളത്തില്ല. ഇതിന് വില കൊടുക്കണം, വില കൊടുക്കണം, വില കൊടുക്കണം. അത് ചിലപ്പോൾ ഉപസിക്കേണ്ടി വരും, ചിലപ്പോൾ കരയേണ്ടി വരും, ചിലപ്പോൾ നിലവിളിക്കേണ്ടി വരും. വെറുതെ ഉത്തരം അരുളുന്ന ദൈവമല്ല. ഒരു പിടി പണവുമായിട്ട് കൊട്ടാരക്കരയിലോ ഏനാത്തോ പോയാൽ അല്ലെങ്കിൽ അടൂര് പോയാൽ നിനക്ക് കട്ടില് കിട്ടും, മെത്ത കിട്ടും, ഫാൻ കിട്ടും. പക്ഷെ ഇത് കിട്ടത്തില്ല. നിനക്ക് വേണ്ടതുപോലെ ഉത്തരം അരുളണമെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയുവാൻ ഈ 20ാമത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർക്ക് കഴിയും? ഇടിഞ്ഞു കിടക്കുന്നത് പണിയുവാൻ. നിന്റെ പ്രാർത്ഥന ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ, നിന്റെ ആരാധന ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ, നിന്റെ വിശുദ്ധി ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ, നിന്റെ വിശ്വസന ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ, നിന്റെ സ്നേഹം ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ, നിന്റെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പണിയാൻ പറ്റോ അവരെ തമ്പുരാൻ ഉത്തരമരണം. വെറുതെ ഉത്തരം അരുളത്തില്ല എനിക്കും നിങ്ങൾക്കും. എത്ര യുഗം കഴിഞ്ഞാലും, എത്ര കാലഘട്ടം കഴിഞ്ഞാലും, എത്ര ഉപവാസം ഇരുന്നാലും ഇടിഞ്ഞു കിടക്കുന്നത് പണിയാൻ തുടങ്ങിയാൽ സ്തോത്രം തമ്പുരാൻ. പിന്നെ അധികം താമസമൊന്നുമില്ല, പിന്നെ അധികം താമസമില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ സാധാരണ തീ കത്തുന്നത്, അതിന്റെ സയൻസ് അനുസരിച്ച് തീ കത്തുന്നത് താഴെ നിന്ന് മുകളിലോട്ടാണ്. പക്ഷെ തമ്പുരാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. മുകളിൽ നിന്ന് താഴോട്ട് തീ ഇറങ്ങി വരികയാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ദൈവത്തിന്റെ മഹത്വത്തിനായി സ്തോത്രം. തീ കത്തുന്നത് താഴെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തമ്പുരാൻ ആകാശ മേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് തമ്പുരാൻ തീ താഴേക്ക് ഇറക്കുകയാണ്. നിന്റെ യാഗപീഠത്തിനെ, യാഗവസ്തുവിനെ, മണ്ണിനെ, വെള്ളത്തെ വറ്റിച്ചു കളയുന്ന ഒരു ആത്മാവിന്റെ തീ ഈ 20ാമത്തെ ദിവസം വിശുദ്ധ ആരാധനയിൽ നിന്റെ ശരീരത്തിന്മേൽ പകരുകയാണ്. അത് ഭയങ്കര ചിന്തയല്ലേ? തീ കത്തുന്നത് മോളിന് താഴോട്ട് അങ്ങനെ കത്തത്തില്ല, അണഞ്ഞു പോകും. അങ്ങനെ അമിതമായത് കത്തത്തില്ല. താഴെ നിന്ന് മുകളിലോട്ട് അങ്ങ് നല്ലവണ്ണം കത്തിപ്പെടുന്നത്. പക്ഷേ ഇതാ ആകാശ മേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ടാണ് തീ ഇറങ്ങി വരുന്നത്. സ്തോത്രം. ക്രമമായി രൂബേൻ മുതൽ ബെന്യാമിൻ വരെയുള്ള തെറ്റിച്ചില്ല, ഇടയ്ക്ക് കയറ്റി. രൂബേനാണ് മൂത്തവൻ, അവനെ തന്നെ ആദ്യം വെച്ചു. അതാണ് മൂലക്കല്ല്. സ്തോത്രം. ബെന്യാമിനാണ് ഇളയവൻ. തെറ്റാതെ കല്ലുകൾ പെറുക്കി വെച്ചു. ഞാനും നിങ്ങളും തെറ്റാതെ വേണ്ടതുപോലെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ തമ്പുരാൻ നമ്മളെ മാനിപ്പാനിടയാകും. ഒരു കരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പോൾ ഉത്തരം അരുളണമെങ്കിൽ നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. നല്ലവണ്ണം നമ്മളെല്ലാം പഠിക്കണം. സ്തോത്രം. ഒരു ഭക്തനെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം, ഒരു ആരാധനയ്ക്ക് നമ്മൾ എങ്ങനെ ആയിരിക്കണം. പാടാൻ പറഞ്ഞാൽ പാടണം, ആരാധിക്കാൻ പറഞ്ഞാൽ ആരാധിക്കണം. വചനം കേൾക്കുന്ന സമയത്ത് പിന്നെ ആരാധിക്കരുത്, മൗനമായിരിക്കണം. ഒത്തിരി ചട്ടങ്ങളും നിയമങ്ങളും നമുക്കുണ്ട്. സ്തോത്രം. എന്നാൽ ആരാധിക്കാൻ പറഞ്ഞാൽ ആരാധിക്കത്തില്ല, അത് ശരിയല്ല. ആരാധിക്കാൻ പറഞ്ഞാൽ നീ ആരാധിക്കണം, അതാണ് പ്രമാണം. സ്തുതിക്കാൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ ദൈവഭാഷ എന്നെ പ്രസാദിപ്പിക്കുന്നല്ല, നിങ്ങൾക്ക് ജീവൻ നൽകിയ തമ്പുരാനെ. അപ്പോൾ ഉത്തരമരുളുന്ന ദൈവം. 2, വിശാലത വരുത്തുന്ന ദൈവം. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്ന ഒരു വിശാലത?
ഞാനും നിങ്ങളൊക്കെ അതിനു വേണ്ടി ഉപസിക്കുന്നത് ഒരു വലിയ വിശാലത അത് തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം. വിശാലത വരുത്തുന്നൊരു ദൈവം നമ്മുടെ മേലുണ്ട്.